മഴ തോരും മുൻപിൻ്റെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ മാമച്ചൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം കുരിയച്ചൻ്റെ മോൻ ചോദിക്കുന്നുണ്ട്, അങ്കിളിന് ഉറപ്പാണോ ആ കുട്ടി ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്ന്? അപ്പം മാമച്ചൻ പറയാണ്, ഉറപ്പാണ്. അതേപോലെ ഒരു പെൺകുട്ടിയാണ്, ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇച്ചിരി നന്മ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ, അത് ഉറപ്പാണെന്ന് മാമച്ചൻ പറയാണ്. അപ്പം കുരിയച്ചൻ്റെ മോൻ ഭാര്യ എടുത്ത് പറയാണ്, എന്തായാലും നീ അച്ഛനെ ഒന്ന് വിളിച്ച് നോക്ക്, കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ആ കുട്ടി വെറുതെയാണ് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നതെങ്കിൽ അതിനെ വിട്ടയക്കാനൊന്നും നീയൊന്നും പറയാണ്. അങ്ങനെ കുരിയച്ഛൻ്റെ മരുമോളാണെങ്കിൽ നേരെ അതിൻ്റെ അച്ഛനെ വിളിക്കുകയാണ്. വിളിച്ചുടനെ എന്താ മോളെ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, ഞാനൊരു കേസിൻ്റെ കാര്യം ചോദിക്കാൻ വിളിച്ചതാ. കേസിൻ്റെ കാര്യം? ഏത് കേസിൻ്റെ കാര്യം? അല്ല, പാലയിലൊരു റേപ്പ് കേസുമായി ബന്ധപ്പെട്ട് 4 പേരെ പിടിച്ചില്ലേ? ഓ, ആ കേസിൻ്റെ കാര്യം. ആ കേസിൻ്റെ കാര്യം നിന്നെ എന്തിനാ അറിയുന്നേ എന്ന് ചോദിക്കണം. അല്ല, ആ കേസിൻ്റെ പേരും പറഞ്ഞ് ഒരു പെൺകുട്ടിയെ ആ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയായിരുന്നു, അവിടെ ജോലി ചെയ്യുന്ന ഒരു അലീന. അപ്പം ഡിവൈഎസ്പി പറയാണ്, അത് ചോദ്യം ചെയ്യലിനൊക്കെ ആയിട്ട് പിടിച്ചുകൊണ്ട് പോയതായിരിക്കും. പിന്നെ ആ കേസ് അങ്ങനെ ചെറിയ കേസൊന്നുമല്ല, അത് പ്രമാദമായ ഒരു കേസ് തന്നെയാണ്. 4 പേരും കൂടെ ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയെ റേപ്പ് ചെയ്താണ് ചെയ്തത്. സ്നേഹം നടിച്ച് കൊണ്ടുപോയതാ, അതിലൊരുത്തൻ കാമുകനാന്നും പറഞ്ഞ്. അവന്മാർ 4 പേരും കൂടെ ആ പെൺകുട്ടിയെ ആളൊഴിഞ്ഞൊരു വീട്ടിൽ കൊണ്ടുപോയി റേപ്പ് ചെയ്യുകയാണ്. അതാണ് കേസ്. പിന്നെ ഈ അലീന എന്ന് പറയുന്ന പെൺകുട്ടിയെ അവർ ചോദ്യത്തിനായി വിളിച്ചുകൊണ്ട് പോയതാണ്. ഇതിനു മുമ്പ് ആ കുട്ടിയോട് അവന്മാർ അപമര്യാദയിൽ പെരുമാറിയിട്ടുണ്ട്. അപ്പം ആ കുട്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഒരു പരാതി എഴുതി വാങ്ങിക്കാനൊക്കെ ആയിട്ടാണ് അതിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നതെന്ന് പറയാണ്. മോളെന്തിനാ ആവശ്യമില്ലാതെ ഈ കേസിലൊക്കെ ഇടപെടുന്നതെന്ന് ചോദിക്കുകയാണ്. അന്നേരം പറയാണ്, അത് കുര്യച്ചൻ്റെ കസിൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ ചേച്ചിയാണ് ഈ അലീന. അപ്പം അത് അനാഥയാണെന്നല്ലേ പറഞ്ഞതെന്ന് പോലീസ് ചോദിക്കുകയാണ്. അവർ രണ്ടുപേരും ഒരു ഓർഫണേജിൽ വളർന്നവരാ. അപ്പം ഇവിടെ വന്ന് കാര്യം പറഞ്ഞ് എന്താ കേസൊന്നും അറിയത്തില്ലല്ലോ. പിന്നെ മാത്രമല്ല അത് അനാഥയല്ലേ, അപ്പം അതിനെ വന്ന് ഇറക്കാനൊന്നും ആരുമില്ല. അപ്പം ഞാനൊന്ന് വിളിച്ച് ചോദിച്ചതേ ഉള്ളെന്ന് പറയുകയാണ്. പറ്റുമെങ്കിൽ അതിനെ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കാതെ അങ്ങ് വിട്ടൂടെ അച്ഛാന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഡിവൈഎസ്പി പറയാണ്, അതിനകത്തൊന്നും കയറി ഇടപെടാൻ പറ്റത്തില്ല, അത്രയ്ക്ക് വലിയ കേസാണ്. നാളെ ആണെങ്കിൽ പത്രത്തിലും ചാനലിലൊക്കെ വന്ന് ആകപ്പാടെ കോളിളം സൃഷ്ടിക്കുന്ന ഒരു കേസാണ്. അതിനകത്ത് ചുമ്മാ കയറി ഇടപെടാനൊന്നും പറ്റത്തില്ല. എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ആ കുട്ടി വേറെ പ്രശ്നമൊന്നുമില്ല, അതിനെ ചോദ്യം ചെയ്തൊക്കെ കഴിഞ്ഞെങ്കിൽ ഇന്ന് തന്നെ വിടാൻ പറ്റുമെന്ന് ഞാൻ അന്വേഷിക്കട്ടെ എന്ന് പറയണം. അങ്ങനെ ഫോണങ്ങ് വെക്കുകയാണ്. അപ്പം ആകപ്പാടൊരു ടെൻഷനും നീക്കുകയാണ് കുര്യച്ചൻ്റെ മരുമോൾ. അങ്ങനെ വന്ന് അവരുടെ അടുത്ത് കാര്യങ്ങൾ പറയുന്നുണ്ട്. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ്, പക്ഷേ അച്ഛൻ പറയുന്നത് ഈ കേസ് അങ്ങനെ നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റുന്നൊരു കേസല്ല. ആ 4 പേരും ഒരു കുട്ടിയെ ആൾപ്പാർപ്പില്ലാത്ത ഒരു വീട്ടിൽ കൊണ്ടുപോയി റേപ്പ് ചെയ്ത്, അത് നാളത്തെ പത്രത്തിലും ചാനലിലൊക്കെ വലിയ വാർത്തയാവുന്ന കേസാണെന്ന് പറയണം. അപ്പോൾ കുര്യച്ചൻ പറയണം, അത് നമുക്കറിയാം, അതുമായിട്ട് ഒരു ബന്ധമില്ലല്ലോ അലീനയ്ക്ക്. അലീനയെ അവർക്ക് വിട്ടൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പം കുര്യച്ചൻ്റെ മരുമോൾ പറയാണ്, അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തായാലും അച്ഛൻ ഒന്ന് അന്വേഷിക്കട്ടെ, വേറെ കാര്യങ്ങളൊന്നുമില്ല എങ്കിൽ അതിനെ ഇന്ന് തന്നെ വിടാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പം മാമച്ചൻ പറയാണ്, അത് മതി, അത് മറ്റുള്ള കേസിലോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും തെറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ വിടണമെന്ന് ഞങ്ങൾ പറഞ്ഞില്ല, ഇല്ലെങ്കിൽ മാത്രം വിട്ടാൽ മതിയെന്ന് കുര്യച്ചനോട് മാമച്ചായൻ പറയുന്നുണ്ട്. അങ്ങനെ അവർ അവിടെ നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യാണ്. ഈ സമയത്താണെങ്കിൽ സിഐ ആണെങ്കിൽ എസ് ഐ വിളിക്കുന്നുണ്ട്. എന്താ പറഞ്ഞവൾ, അവളെ കയ്യിൽ നിന്ന് കേസ് എഴുതി വാങ്ങിച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പം എസ് ഐ പറയാണ്, ഇല്ല സാറേ, വാങ്ങിച്ചില്ല, അവൾ പഠിച്ച കള്ളിയാണ്, അവൾ പരാതി തരത്തില്ലെന്നും പറഞ്ഞു ഒറ്റക്കാലിൽ തന്നെ നിൽക്കുകയാണെന്ന് എസ് ഐ സി അടുത്ത് പറയാണ്. അവളെ വിരട്ടി നോക്കാൻ എന്താണെന്ന് സി ഐ പറയുന്നുണ്ട്. വിരട്ടിയാലൊന്നും അവൾക്ക് ഒരു മാറ്റവും ഇല്ല, അവൾ തരത്തില്ല എന്നും പറഞ്ഞ് തന്നെ നിൽക്കുകയാണ്. സി എ പറയാണ്, അത് ശരിയാവത്തില്ലല്ലോ, നമുക്ക് അവളുടെ കയ്യിൽ നിന്ന് പരാതി എഴുതി വാങ്ങിക്കണം, എന്ത് ചെയ്താലും വേണ്ടിയില്ല, അവളുടെ കയ്യിൽ നിന്ന് നമുക്ക് പരാതി എഴുതി വാങ്ങിക്കണം. സി പറയാണ്, അവൾ അവിടെ ഇരിക്കട്ടെ, കുറേ നേരം പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ അവളുടെ തീരുമാനത്തിന് മാറ്റം ഉണ്ടാവും, അവിടെ തന്നെ ഇരിക്കട്ടെ, അവളെ വിടണ്ട എന്ന് പറയണം. അപ്പോൾ എസ് ഐ ആണെങ്കിൽ അത് ശരി സാർ. എന്നിട്ട് സി ഐ പറയാണ്, അവളെ ആ ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കട്ടെ, അവൾക്ക് പോലീസ് സ്റ്റേഷനിൽ അന്തരീക്ഷം പതുക്കെ പതുക്കെ മനസ്സിലാവും, അതോടെ അവൾ താനെ സമ്മതിച്ചോളും. അങ്ങനെ അവളെ വിടാൻ പറ്റത്തില്ല, അവളെ കയ്യിൽ നിന്ന് പരാതി എഴുതി തന്നെ വാങ്ങിക്കണം എന്ന് സി ഐ എസ് ഐ എടുത്ത് പറയുകയാണ്. ഈ സമയത്ത് അലീനയാണെങ്കിൽ അവിടെ സെല്ലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട്, ഇടയ്ക്കിടയ്ക്ക് രോഹിത്തിനെ നോക്കുന്നുണ്ട്. രോഹിത്താണെങ്കിൽ ഒരു മരവിച്ച അവസ്ഥയിൽ അവിടെ ഇങ്ങനെ ചാരി നിൽക്കുകയാണ്. വളരെ സങ്കടത്തോടെയാണ് രോഹിത്തിനെ നോക്കുന്നത്. പിന്നെ ഹരിയുണ്ട്, ഹരിക്ക് ഇതൊന്നും ഒരു പ്രശ്നമില്ലാത്ത രീതി ഹരി അവിടെ നിൽപ്പുണ്ട്. അങ്ങനെ ഈ സമയത്ത് ഹോസ്പിറ്റലാണെങ്കിൽ സുലോചന വന്നിട്ടുണ്ട്. സുലോചന വന്ന് നേരെ വൈജയന്തിയെ കയറി കാണുന്നുണ്ട്. എങ്ങനെയുണ്ട് ചേച്ചി, ഇപ്പം കുറച്ച് കുറവൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം വൈജയന്തി പറയാണ്, ഇപ്പം കുറച്ച് കുറവൊക്കെ ഉണ്ട്. രോഹിത്തിൻ്റെ കാര്യം എന്തായി, എന്തെങ്കിലും അറിഞ്ഞോ എന്ന് സുലോചന അടുത്ത് ചോദിക്കുകയാണ്. എന്തറിയാൻ, അവന്മാർ 4 പേരും കൂടെ ഒരു പെണ്ണിനെ റേപ്പ് ചെയ്ത് ആ കേസ്
ചെറിയ കേസെങ്ങാനും വന്നു, ഇപ്പോഴങ്ങ് ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് സുലോചന പറയുകയാണ്. അപ്പോൾ വൈജയന്തി പറയുകയാണ്, ഇതിനെല്ലാം കാരണം അവൾ എന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നോ അന്ന് മുതൽ ഞങ്ങളുടെ നാശം തുടങ്ങിയെന്ന് പറയുകയാണ്. അപ്പോൾ സുലോചന പറയാണ്, സ്വന്തം മോൻ തെറ്റ് ചെയ്താലും മറ്റുള്ളവരെ തലയിൽ ഇടണം, അതെന്തായാലും കൊള്ളാം ചേച്ചി എന്ന് പറയാണ്. അപ്പോൾ വൈജയന്തി പറയാണ്, ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റ്? അതിനു മുമ്പ് അവന്മാർക്ക് അങ്ങനെ വല്ല സ്വഭാവം ഉണ്ടായിരുന്നോ? ഇത്രയും കഷ്ടകാലം നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു, ഇപ്പം അവൾ വന്നതിന് ശേഷമല്ലേ ഈ ദുരിതങ്ങളൊക്കെ ഉണ്ടായതെന്ന് പറയാണ്. അപ്പം സുലോചന പറയാണ്, ചേച്ചിയെ അലീനയെക്കുറിച്ച് ആവശ്യമില്ലാത്തതൊന്നും പറയണ്ട എന്ന് പറയാണ്. അപ്പോൾ വൈജയന്തി പറയാണ്, അതല്ലെങ്കിലും നിങ്ങളും ബാലേന്ദ്രനും എല്ലാം ഒരേ കെട്ടാണല്ലോ, നിങ്ങളെല്ലാം അലീനയുടെ സൈഡ് ചേർത്തല്ലേ പറയത്തുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ സുലോചന പറയാണ്, ഇപ്പോഴേ അലീന പോലീസ് സ്റ്റേഷനിലാണ്. എന്തിനാണെന്നറിയാവോ? അന്ന് രോഹിത്തും ഹരിയും കൂടെ ചേർന്ന് അലീനയെ ആക്രമിക്കാൻ ശ്രമിച്ചില്ലേ, അത് അവന്മാർ തത്ത പറയുന്ന പോലത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനി അലീനയുടെ ഒരു പരാതിയും കൂടെ മാത്രം മതി. അവന്മാർ പോലീസ് പരാതി എഴുതി വെച്ചുകൊണ്ടിരിക്കുകയാണ്, അലീനയുടെ ഒരു സമ്മതം മാത്രം മതി എന്ന് പറയാണ്. ആ സമയത്താണ് ചേച്ചി അവളെ കുറ്റം പറയുന്നത്. അലീനയുടെ ഒരു പരാതിയും കൂടെ കിട്ടിയാലുണ്ടല്ലോ, രോഹിത്തും ആ ഹരിശങ്കറൊക്കെ ഉണ്ടല്ലോ, ഇത് സ്ഥിരം പരിപാടിയാണെന്ന് പോലീസ് അങ്ങ് എഴുതി തീർക്കും. ഇങ്ങനെയുള്ളവന്മാരെ അവർ പുറത്ത് വിടത്ത പോലുമില്ല എന്ന് സുലോചന പറയുന്ന കേൾക്കുമ്പോഴത്തേക്ക് വൈജയന്തിക്കൊരു പേടിയാവുന്നുണ്ട്. അന്ന് അലീനയോട് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പെരുമാറിയത്, ജ്യൂസിൽ മയക്കുമരുന്ന് കലക്കി കൊടുത്ത് ഇതേപോലെ തന്നെയല്ലേ അലീനയെ ഉപദ്രവിക്കാൻ നോക്കിയത് എന്ന് സുലോചന പറയാണ്. ഇങ്ങനെയൊക്കെ മക്കളെ വളർത്തി വിട്ടാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് വൈജയന്തിയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വൈജയന്തി ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ വൈജയന്തി സംസാരിച്ചതിന് ശേഷം നേരെ ബാലേന്ദ്രൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. അപ്പം ബാലേന്ദ്രനാണെങ്കിൽ അലീനയെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. അലീനയെ കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലോ, അവൾ ഇങ്ങോട്ട് വരുന്നില്ലല്ലോ, എന്ത് പറ്റി, അവളെ കാണുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുലോചന പറയാണ്, അവളിപ്പോൾ പോലീസ് സ്റ്റേഷനിലോ അവളെ പോലീസ് വന്ന് പിടിച്ചുകൊണ്ട് പോയി. അവിടുത്തെ എന്തോ ചോദ്യം ചോദിക്കാനൊക്കെയാണ്. ഇതിനു മുമ്പ് രോഹിത്തും ഹരിശങ്കറും കൂടെ അവളെ ആക്രമിക്കാൻ നോക്കില്ലേ, അതിനെക്കുറിച്ച് എന്തൊക്കെയോ ചോദിക്കാനാണെന്ന് സുലോചന പറയാണ്. അപ്പോഴത്തേക്ക് ബാലേന്ദ്രൻ ചാടിയും എണീക്കുകയാണ്. വിട് ഞാൻ പോവുക, എൻ്റെ മോള് പോലീസ് സ്റ്റേഷനില്ല, അവളെ രക്ഷിക്കണം, ഞാൻ മാത്രമേ ഉള്ളൂ അവൾക്ക് ഒന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ ചാടി എണീക്കുകയാണ്. സിസ്റ്ററും സുലോചനയും കൂടെ ഒക്കെ പിടിച്ച് കടത്തുന്നുണ്ട്. പക്ഷേ ബാലേന്ദ്രൻ ഭയങ്കര ബഹളമാണ്. ബാലേന്ദ്രന് എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ പോകണം, ആകപ്പാടെ ബഹളം നടത്തുകയാണ് ബാലേന്ദ്രൻ.